ഇപ്പം 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിന് ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണം കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവർ ചുണ്ടനങ്ങാതെ അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അതിതീഷ്ണതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഇപ്പൊ അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെന്റുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു. അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മെൻറ്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മെൻറ്റുവിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുകയല്ല, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15 എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രുതികട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട് ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്നും പറഞ്ഞ് വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തു ഉടമ്പടി എടുത്തപ്പോൾ. അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം, 3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച. എന്തൊരു ഭാഗ്യമാണ്! അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റലിൻ്റെ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിൽ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്,
ഉടമ്പടി വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടി അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാണ് പറയണത്. എന്ന് പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫെസ്യസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫെസ്യസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ. നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 പറഞ്ഞ നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളി പോണില്ല ആൾക്കാർ. ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് AC ആണോ അല്ലേന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ലേന്നല്ല പ്രശ്നം. പല പള്ളികളും ഇപ്പോൾ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? AC ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ AC എന്നോട് ഞാനൊരു 2016 അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓല പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളോടൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തീഡ്രൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാങ്കട്ട കത്തീഡ്രൽ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം, എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോട് അന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു ഒന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്.
അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ, എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും, ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം, ഞങ്ങൾ ആരെങ്കിലും ഇതിൽ മതം മാറ്റിയിട്ടുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദുവാണോ മുസ്ലിമാണോ വല്ലതും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ കാർഡെടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങളും കോടികളാകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലെ നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ, വെരി സിമ്പിളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം, അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജീവിതവും പ്രകൃതിയും പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലസ് തോമസ് വേറൊരു കാര്യം പറയും, എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്? അതൊരു ബന്ധമാണ്. ഇത് അലസ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്? അതൊരു റിലേഷനാണ്. എന്താ കാര്യം? ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്, ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു, ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്കും ഓൺലൈൻ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നോ അവരിലേക്കും സൗഖ്യത്തിൻ്റെ അടയാളം ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന ലോകത്തിലെ ആഗോളമായിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും അപ്പാ യേശുക്രിസ്തു നാമത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ നിരാശയോടെ പോകാൻ ഇടയാക്കല്ലേ. ശരീരത്തിലെ മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കഴിയുന്ന അവസ്ഥകൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അസ്ഥികൾ, പേശികൾ, ആന്തരിക കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്ത് ചിലരെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷേ അവർ വന്ന് പിന്നീട് പെട്ടെന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾ ഉടമ്പടി ഉഴപ്പിയത് കാരണം കർത്താവ് ആ ഉടമ്പടി വിസ്മരിച്ചെന്നാണ് ഓർത്തതെന്ന്. പക്ഷേ ഞങ്ങൾ വിസ്മരിച്ചിട്ട് ഞങ്ങളുടെ ഉടമ്പടി കർത്താവ് വിസ്മരിച്ചിട്ടില്ല. ആ എന്താണെന്ന് നിയോഗത്തിൽ എഴുതിയിരിക്കണത് അതെല്ലാം ഇപ്പോഴ് നിറവേറിയിരിക്കുകയാണെന്ന്. ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും ഇപ്പോഴും സമർപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വീഴ്ച വന്നു പോയവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്ന, അവിടെ കണ്ണുനീര് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന, കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അഭിമലേക്ക് വരുമ്പോൾ യുദ്ധത്തിൽ മോസസ് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അഹ്റോനും ഹൂറും കർത്താവേ മോസസിൻ്റെ വിരിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉയർത്തിയ കൈകളുമായി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവേ. ഉടമ്പടി എടുത്ത് ഓരോ മകനെയും മകളെയും വീണുപോയവരെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ താങ്ങിപ്പിടിക്കുന്നു കർത്താവേ. അഹ്റോനും ഹൂറും മോസസിനെ താങ്ങിപ്പിടിച്ചതുപോലെ കർത്താവേ മധ്യസ്ഥ പ്രാർത്ഥന താങ്ങിപ്പിടിക്കാൻ ഇടമുള്ളത് കൊണ്ട് കർത്താവേ ആ ഉടമ്പടി വീണു പോകാൻ പോകുന്നവരെ ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ താങ്ങിപ്പിടിക്കുന്ന കർത്താവേ. നിന്റെ തിരുമുറന്ന് വലത്തുകാരൻ കർത്താവേ ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെയും ഇന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ. ശ്രുതികട്ടെ. കർത്താവെ, ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചവരുണ്ട് കർത്താവേ. അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ കർത്താവെ പ്രത്യേക ഡേറ്റിലേക്കുള്ളിൽ കർത്താവെ അവിടെ കണ്ണീരിൻ്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം കർത്താവ് ഇപ്പോൾ അൾത്താറെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സകല വിശുദ്ധന്മാരും മാലാഖമാൻ രക്തസാക്ഷിയുടെ മാധ്യസ്ഥത്തിൽ അവരുടെ ഉടമ്പടിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. വിവിധ ജീവിത ദുരിതങ്ങളെ മാറുന്നതിന് വേണ്ടി കണ്ണീരിട്ട് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പോസ്കോ കേസിൽ അകപ്പെട്ട മക്കളെ ഞങ്ങളെ ഇപ്പോൾ അൾത്താരെ സമർപ്പിക്കുന്ന നിശ്ചയം അവർക്ക് മനഃശാന്തം ഉണ്ടാകാനും അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റിയൊരു കാലം അവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ സാമ്പത്തികമായ തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും അടഞ്ഞുപോയ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏജന്റുമാർക്ക് പണം കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുള്ള യോഗ്യത പരീക്ഷയിൽ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന, പരീക്ഷ കർത്താവ് റിസൾട്ട് മോശമായിക്കൊണ്ടതുകൊണ്ട് ജീവിതം ദുരിതിച്ച് നിൽക്കുന്നവരെ, വിറങ്ങലിച്ച് ജീവിതത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. കുടുംബങ്ങള് ഡൈവേഴ്സിലായിപ്പോയിട്ടുള്ള ഭർത്താവും ഭാര്യയും, വിവാഹബന്ധം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് തലയൂരാൻ പറ്റാതെ വിഷമിക്കുന്നവർ, കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, കുടുംബത്തെ കാണാക്കാത്തവർ, പുറപ്പെട്ടു പോയവർ, കാണാതെ പോയവർ, കാണാതെ പോയ പണം, കാണാതെ പോയ മനുഷ്യർ, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എത്രയും വേഗം സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ശ്രദ്ധിക്കട്ടെ. വിട്ടുപോയവര്, വാങ്ങിപ്പോയവര്, ഇവിടെ പറഞ്ഞു പോയവര് അവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയവര് കർത്താവ് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക തകർച്ച വന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിത ദുരിതങ്ങൾ വന്നുപോയവരെ, ഡൈവേഴ്സിലായിപ്പോയവരെയും, വിവാഹം ഒത്തുവരാത്തവരെയും, മക്കളില്ലാത്തവരെയും, ഭാര്യാഭർത്തകന്മാർ അകന്ന് കഴിഞ്ഞു ഒഴിഞ്ഞും കർത്താവെ വിഘടിച്ച് ജീവിക്കുന്നവരെ, കേസിലാകപ്പെട്ടവരെ,
കേസ് നടന്നുകൊണ്ടിരിക്കുക, ഭാഗോടമ്പടി നടക്കാത്തവരെ, ഭാഗോടമ്പടി കേസുള്ളവരെ എല്ലാം യേശുവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവരും മുട്ടയെന്ന് ആശീർവാദം വാങ്ങിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ